മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ സൈനിക നടപടിക്ക് നേതൃത്വം നൽകുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. നെതന്യാഹുവിനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് നെതന്യാഹുവിന്റെ ചിത്രം പ്രധാനമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ചിരിക്കുന്നത്. നെതന്യാഹുവിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്കിടയിലാണ് നാടകീയമായ ഈ നീക്കം. ഇറാന്റെ ആക്രമണങ്ങളിൽ നെതന്യാഹു കൊല്ലപ്പെടുകയോ ഗുരുതര നിലയിലാവുകയോ ചെയ്തതായി സൂചിപ്പിക്കുന്ന സ്ഥിരീകരിക്കാത്ത അവകാശവാദങ്ങളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഉൾപ്പെടെയുള്ള ഓൺലൈൻ ഊഹാപോഹങ്ങൾക്കിടയിലാണ് ഈ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇസ്രായേലും സ്വതന്ത്ര പരിശോധകരും ഈ അഭ്യൂഹങ്ങൾ നിഷേധിക്കുകയും പ്രധാനമന്ത്രി ജീവനോടെ ഉണ്ടെന്ന് ഔദ്യോഗിക കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ടെന്നും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ മുതിർന്ന നേതാവ് അലി ലാരിജാനിയെ വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടതും ഈ സാഹചര്യത്തിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കെ നെതന്യാഹുവിന്റെ ഓരോ നീക്കവും ലോകം ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ മാർച്ച് 13 പുറത്തുവന്ന ഒരു വീഡിയോയാണ് നെതന്യാഹുവിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് തുടക്കമിട്ടത്. വീഡിയോയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ 6 വിരലുകൾ ദൃശ്യമായത് വലിയ വിവാദമായിരുന്നു. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വീഡിയോ ആണെന്നും യഥാർത്ഥത്തിൽ നെതന്യാഹുവിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചാരണമുണ്ടായി. എന്നാൽ ഇസ്രായേൽ സൈനിക നടപടികളുമായി മുന്നോട്ടു പോകുന്ന ചിത്രം പങ്കുവച്ചതിലൂടെ ഇത്തരം അഭ്യൂഹങ്ങൾക്ക് അറുതി വരുത്താനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. കൂടാതെ ഇറാനിലെ ജനങ്ങൾക്ക് പുതുവത്സരാശംസ നേർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീഡിയോ പങ്കുവച്ചിരുന്നു. പേർഷ്യൻ പുതുവത്സരാഘോഷമായ നൗറൂസിന് മുന്നോടിയായിരുന്നു ആശംസകൾ നേർന്നത്. ഇറാനിലെ ധീരരായ ജനങ്ങൾക്ക് പ്രകാശം നിറഞ്ഞ സന്തോഷകരമായ അവധിക്കാലം ആശംസിക്കുന്നുവെന്നാണ് നെതന്യാഹു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞത്. വെളിച്ചം ഇരുട്ടിനെ അതിജീവിക്കുമെന്നും നന്മ തിന്മയെ ജയിക്കുമെന്നുമാണ് ഇറാനിലെ ജനതയുടെ കാലാകാലമായുള്ള വിശ്വാസമെന്ന് അദ്ദേഹം വീഡിയോയിൽ പറയുന്നു. ഈ വർഷത്തെ ആഘോഷങ്ങൾക്ക് പ്രത്യേക അർത്ഥമുണ്ട്. നൗറൂസ് ആശംസകൾ നേരാൻ താൻ ഈ അവസരം ഉപയോഗിക്കുന്നുവെന്ന് നെതന്യാഹു പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന്റെ 1 വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷയുടെയും പുതിയ തുടക്കം ആശംസിക്കുന്നുവെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു. കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹങ്ങൾക്കിടെയായിരുന്നു നെതന്യാഹുവിന്റെ പുതിയ വീഡിയോ സന്ദേശം പുറത്തുവന്നത്. നേരത്തെ പുറത്തുവന്ന കോഫി ഷോപ്പിലെ വീഡിയോ AI നിർമ്മിത ഡീപ് ഫേക്ക് ആണെന്ന വിവാദങ്ങൾക്കിടെ നെതന്യാഹുവിന്റെ മറ്റൊരു വീഡിയോ പുറത്തു വന്നിരുന്നു. സൈനിക വേഷത്തിലും അല്ലാതെയുമുള്ള സ്ത്രീകളോട് നെതന്യാഹു സംസാരിക്കുന്ന വീഡിയോ ആണ് ഔദ്യോഗിക അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരുന്നത്. തന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് മുമ്പ് പ്രചരിച്ച കോഫി ഷോപ്പ് വീഡിയോ ഡീപ് ഫേക്ക് ആണെന്ന വാദങ്ങൾക്കുമിടയിലായിരുന്നു നെതന്യാഹു 90 സെക്കൻഡ് ദൈർഘ്യമുള്ള പുതിയ വീഡിയോ പങ്കുവച്ചത്. നിർദ്ദേശങ്ങൾ പാലിക്കൂ, ഒരുമിച്ച് ജയിക്കാമെന്നായിരുന്നു വീഡിയോയ്ക്ക് നൽകിയിരുന്ന അടിക്കുറിപ്പിൽ പറഞ്ഞത്. നെതന്യാഹുവിന്റെ 6 വിരലുകളുള്ള AI വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ അദ്ദേഹം ജീവനോടെ ഇല്ലെന്ന അഭ്യൂഹം പരക്കെ പരന്നിരുന്നു. എന്നാൽ ഇസ്രായേൽ ആ വാർത്തകൾ നിഷേധിച്ചതും വലിയ വഴിത്തിരിവായിരുന്നു. പിന്നാലെയാണ് ഒന്നിലധികം വീഡിയോകൾ നെതന്യാഹുവിന്റെ ഔദ്യോഗിക അക്കൗണ്ടിൽ നിന്നടക്കം പുറത്തുവിട്ടത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.